ചവറ നീണ്ടകര തുറമുഖം കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന വ്യാപകമാകുന്നു. ഓട്ടോറിക്ഷയിൽ കറങ്ങി നടന്നാണ് മത്സ്യത്തൊഴിലാളികൾ കഞ്ചാവ് വിൽക്കുന്നത്. പോച്ച എന്നാണ് കഞ്ചാവിന് ഇവർ പേര് നൽകിയിരിക്കുന്നത്. നീണ്ടകര തുറമുഖത്തെ ട്രേഡ് യൂണിയൻ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളുമാണ് കഞ്ചാവുമായി കൊല്ലം വിപണിയിൽ എത്തുന്നത്. ഇവർ നീണ്ടകര തുറമുഖം കേന്ദ്രീകരിച്ചാണ് കഞ്ചാവ് വിൽപ്പന നടത്തി വരുന്നത്. ചെറിയ ചെറിയ കടകളിലും പാക്കറ്റിന് 500 രൂപ നിരക്കിലാണ് പോച്ച എന്ന് വിളിപ്പേരുള്ള കഞ്ചാവ് വിൽക്കുന്നത്. കർണാടകയിൽ നിന്നാണ് രഹസ്യമായി കഞ്ചാവ് എത്തിക്കുന്നത്. കൊല്ലത്ത് വീടുകളിലും കഞ്ചാവ് ചെടി ഇവർ നട്ടു വളർത്തുന്നതായി പരാതി ലഭിച്ചിട്ടുണ്ട്. കഞ്ചാവ് ഉണക്കി ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് ഇവർ വിൽപ്പന സുഗമമായി നടത്തുന്നത്. കോളേജ് വിദ്യാർത്ഥികളാണ് ഇവരുടെ പതിവുകാരായി എത്തുന്നത് എന്നതാണ് ഏറെ ശോചനീയമായ അവസ്ഥ. പോലീസ് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 5 കിലോഗ്രാം കഞ്ചാവുമായി യുവാക്കളെ പോലീസ് പിടികൂടിയിരുന്നു. കോളേജ് വിദ്യാർത്ഥികളെയാണ് കഞ്ചാവുമായി പോലീസ് പിടികൂടിയത്. ചവറ കേന്ദ്രീകരിച്ച് യുവാക്കൾക്കിടയിൽ കഞ്ചാവിന്റെ ഉപയോഗം കൂടി വരുന്നതായാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത്. വീട്ടുകാർ അറിയാതെയാണ് മരിജുവാന എന്ന കഞ്ചാവിന് യുവാക്കൾ അടിമയാകുന്നത്. ദിനം പ്രതി 500 രൂപ വില വരുന്ന 10 പാക്കറ്റുകളാണ് യുവാക്കൾ വാങ്ങി വീട്ടിൽ സൂക്ഷിച്ച് ഉപയോഗിച്ചു വരുന്നത്. ബീഡി, സിഗരറ്റ് എന്നിവയിൽ ചേർത്താണ് കഞ്ചാവ് യുവാക്കൾ ഉപയോഗിച്ചു പോരുന്നത്. ശേഷം ധാരാളമായി വിദേശ മദ്യവും ഇവർ ഉപയോഗിക്കുന്നു. ഇത്തരം യുവാക്കളെ കണ്ടെത്തി ബോധവൽക്കരിക്കണമെന്നാണ് പോലീസ് നൽകുന്ന നിർദ്ദേശം. സാറ്റ് ന്യൂസ്, ട്രിവാൻഡ്രം.